as a technical officer and a technical advisory member to Nila's School of Happiness also. And of course my yoga master. I am not a regular teacher. കാരണം AI ഒരു പുതിയ ടെക്നോളജി ആണെന്ന് ഞാൻ പറയില്ല. ഇത് കുറച്ച് നാളായി ഇറങ്ങി തുടങ്ങിയിട്ട്. പുതിയ ടെക്നോളജിയിൽ വരാൻ പോകുന്നത് മെറ്റാവേഴ്സ് ആണ്. ഈ ഓൺലൈനിൽ ആൾക്കാർ ഒരു സൂം മീറ്റിംഗിൽ വന്ന് കാണുന്നതിനേക്കാളും കുറച്ചുകൂടി ഇൻട്രാക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തുകൂടെ എന്നുള്ള ചിന്ത ഈ ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക് വന്നു തുടങ്ങി, ഗെയിമേഴ്സിന്. അപ്പോൾ ഗെയിമിങ്ങിൻ്റെ ടെക്നോളജിയും ഈ ഓൺലൈനായിട്ട് ആൾക്കാരെ കണക്ട് ചെയ്യുന്നതും കൂടെ ചേർന്നാണ് ഈ മെറ്റാവേഴ്സ് എന്നൊരു ടെക്നോളജി പോപ്പുലർ ആയത്. അത് വലിയൊരു കൊടുങ്കാറ്റ് പോലെ അടിച്ചു തുടങ്ങി. അതിൻ്റെ ചൂട് പിടിച്ചാണ് ഫേസ്ബുക്ക് പേര് വരെ മാറ്റി മെറ്റാന്നാക്കി. മെറ്റാവേഴ്സ് എന്താണെന്ന് പറയാം. Metaverse is a virtual world where you can meet people and do a lot of things. Say for example, നിങ്ങൾ വൈകുന്നേരം തീരുമാനിച്ചു നിങ്ങളുടെ മെറ്റാവേഴ്സ്, നിങ്ങൾക്കൊരു അവതാർ ക്യാരക്ടർ ഉണ്ട്, നിങ്ങളെ പോലെയൊക്കെ തന്നെ ഇരിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. ഒരു കോൺസേർട്ടിന് നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകാൻ തീരുമാനിച്ചു. ഒരു ഫ്രണ്ട് US ഒരു ഫ്രണ്ട് UK ഒരു വെർച്വൽ കോൺസേർട്ടാണ്. നിങ്ങൾ ഇയർഫോൺസ് വെച്ചു, വേണമെങ്കിൽ VR ഹെഡ്സെറ്റ് വെച്ചു. VR ഹെഡ്സെറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ സ്ക്രീൻ തന്നെ ചെയ്തു. ആൻഡ് ഒരു അഡ്രസ് ഉണ്ട്, അഡ്രസ്സിൽ പോയി. അപ്പോൾ അവിടെ ആക്ച്വലി ഒരു പാട്ടുകാരൻ പാടുന്നുണ്ട്. എവിടെയാണ് ആ പാട്ടുകാരൻ്റെ വീട്ടിൽ നിന്നാണ് പാടുന്നത്. പക്ഷേ നിങ്ങൾ എല്ലാവരും ഒരു കോമൺ ഷെയർഡ് വെർച്വൽ സ്പേസിലാണ്. എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ യു ഹാവ് എ ഫീലിംഗ് ദാറ്റ് യു ആർ ടുഗെദർ. അങ്ങോട്ട് ഇവിടെ നടക്കാനും കാര്യങ്ങൾ ഇൻട്രാക്ട് ചെയ്യാനും പറ്റും. നമുക്ക് ഈ കണ്ണിൽ വെക്കുന്ന VR ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ തല മൂവ് ചെയ്യുന്നതനുസരിച്ച് ചുറ്റുമുള്ള ആൾക്കാരെ കാണാനൊക്കെ പറ്റും. പക്ഷെ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. നമുക്ക് ഈ ഷൂസ് ഒക്കെ ഉണ്ടാക്കുന്ന നൈക്കിയും അഡിദാസും ഒക്കെ they invested millions of dollars into developing this metaverse. എന്താണെന്ന് വെച്ചാൽ അത് കേൾക്കുമ്പോൾ ഭയങ്കര ലെയിമായിട്ട് തോന്നും. നമ്മൾ ഇപ്പം ചില ഷൂസ് വാങ്ങിച്ചാൽ ആ ഷൂസിൻ്റെ കൂടെ ആ ഷൂസിൻ്റെ മെറ്റാവേഴ്സ് ഷൂ കൂടെ കിട്ടും. അത് നിങ്ങളുടെ അവതാറിന് ആ ഒരു വിലയുള്ള ഷൂ ഇട്ട് നിങ്ങൾക്ക് ആ കൺസേർട്ടിന് പോവുകയോ ആൾക്കാരെ മീറ്റ് ചെയ്യുകയോ ചെയ്യാം. മൈറ്റ് സൗണ്ട് അട്ടർലി സ്റ്റുപ്പിഡ് ആസ് ഓഫ് നൗ, ബട്ട് അങ്ങനെയാണ് ഈ മെറ്റാവേഴ്സ് വളർന്നുകൊണ്ടിരിക്കുന്നത്. GPT പോലെ വളരെ സ്പെസിഫിക് ഇൻഫർമേഷൻ കിട്ടില്ല. പക്ഷെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കിട്ടും. ഫോർ എക്സാമ്പിൾ സ്പെസിഫിക് അനാറ്റമി ടേംസിന് പകരം അനാറ്റമി തന്നെ സെർച്ച് ചെയ്തു, കുറച്ചുകൂടെ ജനറിക് ആയിട്ടുള്ള. Inhale center, exhale left ear to your left shoulder. Inhale center, exhale bring your chin towards your chest and make a clockwise rotation. കഴുത്ത് പൂർണ്ണമായിട്ടും റൊട്ടേറ്റ് ചെയ്യാം. Your feedback and attentiveness, cooperativeness and uniqueness and the eager to knowledge, eager to know about so many things, and I'm so happy because we want to just go through unknown things, not things we have to gather around, beating around the bush is not at all okay, but we have to just proceed with the unknown things, and especially to beyond the age and the limit and not we just listen to everything, and Vedamam just given so many input, and you or sir input is very big one, but what sir said is very rightly approached. Even we are inculcating everything, we are going beyond the remark with our own poor laptop or maybe the average laptop, it will now work. So our atmosphere of the classroom needed to be integrated with ICT. That's what he said. And AI, for this we need a permanent AI for this things and all. We need a proposal from you, and we can discuss with the father. And regarding all such things, how many times you needed to know about it, just put it out.
നമുക്ക് എന്തറിയാം എന്ന് അറിഞ്ഞൂടെ എന്ന് കമന്റ് ബോക്സിൽ ഇടണം ഗൂഗിൾ ഫോമിൽ. ദ റെസ്പോൺസ് ഐ ക്യാൻ സബ്മിറ്റ് ടു ഫാദർ. നോ പ്രോബ്ലം ഓൺ ഇറ്റ് ബിക്കോസ് ഫാദർ നീഡ് ടു ഗിവ് മോർ ട്രെയിനിങ്. He is eager to. He just came here and asking me that what they want. Ask them what they want. We can provide it, and it's very nice to go through. And believe in the management. Believe in this our college. We can do more and more to integrate our capacity on continuous progression on our teaching and training and learning and unlearning and relearning process. ഒരാളെ പേര് പറയുന്നത് തൊട്ട് കണക്ട് ചെയ്യാം. എനിക്ക് 24 characters. The number one character is appreciation of beauty or appreciating others in front of heart. അങ്ങനെ ഒരാളുടെ ക്വാളിറ്റിനെ നമ്മുടെ സാർ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാറിനെ എപ്പോഴാണ് അപ്രീഷിയേറ്റ് ചെയ്തത് അത് പറയാനുള്ളത്. ഇത്ര ഉദ്ദേശിച്ചോളൂ. ജിറ്റോ സാറിന്റെ പേര് ജിറ്റോ സാർ. ജിറ്റോ സാർ സാറിന് ജാവർ സാറിന്റെ പേര് ഇങ്ങനെ പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് സാറുണ്ട് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ജിറ്റോ സാറ് എന്താണ് അപ്രീഷിയേറ്റ് ചെയ്തത് സാറിന്റെ ക്വാളിറ്റി? അത് എപ്പോഴാണ് അപ്രീഷിയേറ്റ് ചെയ്തത്? അത് കണ്ടിന്യൂ ചെയ്യാറുണ്ടോ?